വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ്. ഒരേ മുഖം. നമ്മൾ കുറച്ച് നാളായിട്ട് ഈ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഡിസംബർ 2-ാം തീയതി ഈ മൂവി റിലീസാകും എന്ന് നമ്മൾ അറിഞ്ഞു. അന്നും എന്തൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫൈനലി ഈ മൂവി റിലീസായി. ഈ സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ കോമഡി പ്ലസ് ത്രില്ലർ മൂവി എന്ന് പറയാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാജിദ് ജഗന്നന്ദനാണ്. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജയലാൽ മേനോൻ ആൻഡ് അനിൽ വിശ്വാസ് ആണ്. അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, പ്രയാഗ മാർട്ടിൻ, അജു വർഗീസ്, ഗായത്രി സുരേഷ്, സ്നേഹ, ചെമ്പൻ വിനോദ്, അതുപോലെ ജുവൽ മേരി, അങ്ങനെ ഒരു നീണ്ട ഒരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജി ബാലാണ്. അത്ര തരക്കേടില്ലാത്ത രീതി അദ്ദേഹത്തിന് മ്യൂസിക്കെല്ലാം ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. അതുപോലെ എഡിറ്റിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് രഞ്ജൻ അബ്രഹാമാണ്. ഇപ്പോൾ എഡിറ്റിംഗ് വർക്ക്സ് ആയാലും ക്യാമറ വർക്ക്സ് ആയാലും എല്ലാം ക്ലാസ് എന്ന് വേണം പറയാൻ. അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല. ഇതിൽ ധ്യാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് സക്രിയ പോത്തൻ എന്നാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചെമ്പൻ വിനോദ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ക്യാരക്ടർ. അദ്ദേഹം ചെയ്ത അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു ടൈമിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ, അതിന് സെക്കൻഡ് ഹാഫ് വരുമ്പം എനിക്കൊരു ചെറിയ ലാഗ് ഒക്കെ ഫീൽ ചെയ്തു. അതിലെടുത്ത് പറയാൻ വേറൊരു കാര്യം, അജു വർഗീസ് അദ്ദേഹത്തിൻ്റെ കോമഡീസ് കാര്യമെല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം, ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ പറയാനാണെങ്കിൽ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു വ്യൂ നമുക്ക് എല്ലാവർക്കും കിട്ടും. പിന്നെ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാതെ പോകുന്ന ഒരു സെക്ഷൻ. അത് പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റത്തവണ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ എന്ന് വേണം ഈ പടത്തിനെ പറ്റി, ഒരേ മുഖത്തിനെ പറ്റി പറയാൻ. അതുപോലെ ഒരു റേറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 5-ൽ 3 ഒക്കെ കൊടുക്കാം. എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ. Let it go, let my body go.